ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഉച്ചയൂണ് കേട്ടോ. ഞാനിന്ന് എന്താണ് എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. റെസിപ്പി ആയിട്ടൊന്നുമില്ല, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്ന് വെക്കുന്നത് എന്നൊക്കെ കാണിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിപ്പോൾ 9:30 ആയിട്ടുണ്ട്. ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. റൈസ് കുക്കറിൽ നമ്മൾ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നുണ്ടാക്കാനുള്ള എല്ലാം ഞാനിവിടെ അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തങ്ങ ഒരു തേങ്ങയൊക്കെ അരച്ചൊരു അരപ്പ് കറിയാണ് വെക്കുന്നത്. പിന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്. പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടിയല്ല, തോരൻ പോലെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല മങ്കട മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി മാങ്ങാച്ചാർ ഇടാനായിട്ട് ഒരു മാങ്ങയുള്ളത് ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ മത്തങ്ങക്കറി അങ്ങ് അടുപ്പിലോട്ട് വെക്കാമെന്ന് വെച്ചിട്ടോ. ചക്കക്കുരു മത്തങ്ങയും കൂടെ അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് മീൻ കഴുകാനായിട്ട് പോകാമെന്ന് വിചാരിച്ചേക്കാണ്. അങ്ങനെ ഞാൻ ചട്ടി എടുത്തിട്ട് മത്തങ്ങയ്ക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിലോട്ട് വെച്ച് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാമെന്ന് വെച്ചു. കാരണം നമുക്ക് മീൻ കഴുകിയെടുക്കാൻ കുറച്ച് സമയം വേണമല്ലോ. ചക്കക്കുരു അതുപോലൊരു ചട്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് വേവിക്കുന്നു കേട്ടോ. ഇത് കുഴഞ്ഞു പോകുന്നൊരു ചക്കക്കുരു അല്ല, അധികം അങ്ങോട്ട് വെന്ത് കുഴയാത്തൊരു ചക്കക്കുരു കേട്ടോ. എനിക്ക് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ചക്കക്കുരു അല്ല, ഞാനൊരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതും ഞാനൊന്ന് അടുപ്പിലോട്ടാക്കി. എന്നിട്ട് നമുക്കിനി മീൻ കഴുകാനായിട്ട് പോവാം. അങ്ങനെ ഞാൻ മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. മങ്കട കഴുകാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കഴുകിയെടുക്കാൻ. എനിക്ക് മങ്കടയൊക്കെ ഇങ്ങനെ തോലൊക്കെ ഒലിച്ച് എനിക്ക് തന്നെ വെട്ടണം. ഞാൻ അതുകൊണ്ട് വെട്ടി മീൻ കഴിവതും വാങ്ങിക്കാറില്ല. ചില മീനൊക്കെ വാങ്ങാറുള്ളത്. ഇച്ചിരി പാടാണ് ഇത് വെട്ടിയെടുക്കാൻ. അതിൻ്റെ തൊലിക്കൊക്കെ നല്ല കട്ടിയായതുകൊണ്ട് പിടിച്ച് നല്ല വലിച്ചെടുത്താലേ വരത്തുള്ളൂ കേട്ടോ. പിന്നെ മൂർച്ചയുള്ള പിച്ചാത്തിയായതുകൊണ്ട് ഞാൻ എളുപ്പം അങ്ങ് വെട്ടിയെടുത്തേ. അങ്ങനത്തെ ഉപ്പൊക്കെ ഇട്ട് ഒരവി ഒന്ന് കഴുകി എടുക്കുന്നു കേട്ടോ. കറി വെക്കാനാണ്, വറക്കാനായിട്ടൊന്നും എടുക്കുന്നില്ല. അതിന് മുള്ളും മുറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ നടുക്ക് വരെ ഇങ്ങനെ മുറിച്ചിട്ട് ഒടിച്ചൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. പക്ഷെ പഴുത്ത മീനൊന്നും അല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പൊടിഞ്ഞൊന്നും പോയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകിയെടുത്തിട്ട് അതിലോട്ട് കുറച്ച് കുടംപുളിയും ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞേ വെക്കുന്നുള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ മത്തങ്ങയൊക്കെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേനും ഇവിടെ വെന്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തേ. ഇനി ഞാൻ തേങ്ങയൊക്കെ എടുത്ത് പൊട്ടിക്കുകയാണ്. മത്തങ്ങയ്ക്ക് നമുക്കിനി തേങ്ങയുടെ അരപ്പൊക്കെ ഉണ്ടാക്കി എടുക്കണമല്ലോ. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മി എടുക്കാം. ഞാൻ ഒരു തേങ്ങ അങ്ങ് തിരുമ്മി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ നാളത്തേനും നമുക്ക് എന്തെങ്കിലും ഒക്കെ എടുക്കാമല്ലോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തിരുമാൻ ഇച്ചിരി മടിയുള്ളൊരു കൂട്ടത്തിൽ, അതുകൊണ്ടാണ് കേട്ടോ. എന്നെപ്പോലെ തേങ്ങ തിരുമാൻ മടിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്തിട്ട് അരപ്പൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ അരച്ചെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. ഞാൻ നല്ല ഉടച്ചാണ് കറി വെക്കുന്നത്, പയറൊന്നും ചേർക്കാതെ തേങ്ങ അരപ്പ് ചേർത്ത്. അതുകൊണ്ട് നന്നായിട്ട് മത്തങ്ങ ഉടച്ചിട്ട് അരപ്പൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ മത്തങ്ങക്കറി അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ അതിലോട്ട് കടുക് താളിച്ചിടാൻ പോവാണേ. നമ്മളിവിടെ മത്തങ്ങക്കറിക്ക് കടുക് താളിക്കുമ്പോൾ കുറച്ച് തേങ്ങയും ഒരു പിടി തേങ്ങയും കുറച്ച് അരിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഈ മത്തങ്ങക്കറി ഈ അരി കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഞാനും അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ മത്തങ്ങക്കറിക്ക് കടുകൊക്കെ ഒഴിച്ചു. അങ്ങനെ മത്തങ്ങക്കറി സെറ്റാക്കി കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടോട്ട് അടുപ്പ് തീ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് മുളകും വെളുത്തുള്ളിയും കൂടി ഇടിച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരു ചേർക്കാനായിട്ടോ. ഇത് എരിവുള്ള മുളകാണ്, ഞാൻ ഒരു മുളക് മാത്രമേ എടുത്തിട്ടുള്ളേ. അങ്ങനെ വെന്ത ചക്കക്കുരു അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിലെല്ലാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ നാടനായിട്ട് എന്ത് വെച്ചാലും വെളിച്ചെണ്ണ ചേർത്ത് വെക്കുന്നത് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അങ്ങനെ ഒരുപാട് മൂപ്പിച്ചല്ല, ഒന്ന് കുഴഞ്ഞിരിക്കുന്നൊരു ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ് ഞാൻ ഇന്നുണ്ടാക്കിയത് കേട്ടോ. എന്നിട്ട് ഞാൻ കൈയോടെ ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ ഒരുപാട് ആകാൻ വേണ്ടി കൂട്ടിയിടത്തില്ല. എനിക്ക് ഭയങ്കര മടിയായി പാത്രം കഴുകാൻ.
അപ്പോൾ എടുക്കുന്നത് കൈയോടെ കഴുകി അവിടെ അങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പകുതി പണി ഒഴിഞ്ഞ പോലെ കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കഴുകി ചക്കക്കുരുവിൻ്റെ പാത്രം ഒന്ന് കുത്താൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. അങ്ങനെ ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ഇടിച്ചെടുക്കുകയാണേ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേനും കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും വെക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തുള്ള മീൻകറിയാണ് വെക്കുന്നത്. മുളകിട്ട മീൻകറി കേട്ടോ, തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല. അങ്ങനെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്, കാരണം മങ്കടയ്ക്ക് ഒരു ഇച്ചിരി നല്ല മുളകൊക്കെ പിടിച്ചാലേ കൊള്ളത്തുള്ളൂ. സത്യം പറഞ്ഞാൽ മങ്കടയൊക്കെ ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടാനായിട്ടാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഒന്ന് ഇറങ്ങി, കാരണം ഇന്ന് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല. എല്ലാ മീൻകറിക്കും അങ്ങനെ ആണെങ്കിലും മങ്കടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ എടുക്കുമ്പോഴേ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ പുളിയൊക്കെ അതിലോട്ട് തന്നെ അങ്ങ് പറക്കിയിട്ട് കേട്ടോ. പിന്നെ തിളച്ച് വന്നപ്പോഴത്തേ നമ്മുടെ മീൻ കഷ്ണങ്ങളോടെ പറക്കിയിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുന്നുണ്ടേ. അങ്ങനെ ഞാൻ അടുപ്പൊന്ന് മാറ്റി കൊടുത്തു കേട്ടോ, കാരണം ഞാൻ വലിയ അടുപ്പ് കത്തിച്ചിട്ട് അതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ട് അത് ഞാൻ അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് മീൻകറിയെ. അപ്പോൾ അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് പാവയ്ക്ക് അങ്ങ് മെഴുക്കോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പണി ഞാൻ കഴിയുമല്ലോ, ഓരോന്നോരോന്നായിട്ട് നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പാവയ്ക്കയും കൂടെ ഒന്ന് മെഴുക്കോട്ട് വെക്കാനായിട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോഴത്തേന് ഇടയ്ക്ക് ഞാനിവിടെ മീൻകറി നോക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് ഇടയ്ക്കൊന്ന് തവി വെച്ചൊന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, മീനൊന്നും പൊടിയാതെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പൂടൊക്കെ ഞാൻ ഇട്ട് കൊടുത്തേ. അങ്ങനെ പാവയ്ക്ക മെഴുക്കുട്ടിയൊക്കെ ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങാച്ചാറോട് അങ്ങിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേറൊരു അടുപ്പിലോട്ട് ഇതേ മാങ്ങാച്ചാറും കൂടെ അങ്ങിടുവാണേ. കരിവേപ്പില ഞാൻ കടുക് വറുത്തപ്പോൾ ഇടാൻ മറന്നുപോയി, അന്നേരം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ മീൻകറിയൊക്കെ പറ്റി കുറുകി വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേന് കുറച്ച് പച്ചവെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പില ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പറ്റാനായിട്ട് വിട്ട് കൊടുത്തിട്ട് അങ്ങ് നിർത്തി വെച്ച് കേട്ടോ. അപ്പോഴത്തേന് സെറ്റായിട്ടുണ്ടായിരുന്നു മീൻകറിയെ. അപ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി നല്ല മൂത്ത് വരുന്നുണ്ടായിരുന്നു. പാവയ്ക്ക മെഴുക്കുവരട്ടി എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കേട്ടോ, ചക്കക്കുരു കഴിക്കത്തില്ല, പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയാണ് പാവയ്ക്ക വെച്ചത്. പിന്നെ ഒരു ഓംലേറ്റ് കൂടെ ഉണ്ടാക്കി കേട്ടോ. എനിക്ക് എന്തിൻ്റെ കൂടെ മുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു മുട്ടയും കൂടെ പൊരിച്ചു. അപ്പോൾ ദേ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികൾ. മീൻകറി, നല്ല മത്തങ്ങ കറിയും ചക്കക്കുരു മെഴുക്കുവരട്ടിയും മാങ്ങാച്ചാറും മുട്ടയും പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പിയാലോ? അങ്ങനത്തെ ചോറെടുത്ത് കുറച്ച് ചോറ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇത്രയൊന്നും കഴിക്കത്തില്ല, ഞങ്ങൾക്ക് 2 പേർ കൂടെ ഇതെടുത്ത് ഞാൻ കൂടുതലും ആ കറികളൊക്കെ അങ്ങ് കഴിക്കുവേ. ഒരു ഉരുള ചോറ് വല്ലവേ ഞാൻ കഴിക്കാറുള്ളൂ, ചോറ് ഞാൻ ഒരുപാട് കഴിക്കാറില്ല. അങ്ങനത്തെ ചോറിൽ കുറച്ച് മത്തങ്ങാക്കറി കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തു, കുറച്ച് ചക്കക്കറി വെച്ചു, പിന്നെ നമ്മുടെ മീൻകറി വെച്ചു. മാങ്ങാച്ചോറ് ഇച്ചിരി എടുക്കുന്നുള്ളൂ കേട്ടോ. മാങ്ങാച്ചോറൊക്കെ നമുക്ക് ഉടനെ അങ്ങ് കഴിക്കുന്നതിനേക്കാളും നല്ലത് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നില്ല, അതുകൊണ്ട് ഇച്ചിരി എടുത്തുള്ളൂ. പിന്നെ നമ്മുടെ മുട്ടയും വെച്ചു, പാവയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ചു. അപ്പോൾ ദേ നമ്മുടെ ഊണ് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ടാറ്റാ.